We all think paracetamol is the safest drug. Is it really the safest drug? But the scary truth is, it's one of the most dangerous when it is misused. ഈ പാരസെറ്റമോൾ ഡ്രഗ് ഓവർ ദി കൗണ്ടർ, അതായത് ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ പോലും ഇല്ലാതെ ഈസിലി അവൈലബിൾ ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഓവർ ഡോസേജ് വരാനും അത് കാരണം ഒരുപാട് കോംപ്ലിക്കേഷൻസ് വരാനും സാധ്യതയുള്ളൊരു ഡ്രഗാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ പ്രോപ്പർ ഡോസേജും അതുപോലെ പ്രോപ്പർ യൂസും കറക്റ്റ് മനസ്സിലാക്കൽ നമുക്ക് അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അഡൾട്ട്സിൽ ഒരു ദിവസം മാക്സിമം എടുക്കാൻ പറ്റുന്ന പാരസെറ്റമോൾ 4 gram per day. ഇതിനേക്കാളും ഡോസ് കൂടുതലായാൽ ടോക്സിസിറ്റി വരാൻ സാധ്യതയുണ്ട്. അതായത് മാക്സിമം ഒരു 5-6 പാരസെറ്റമോൾ ഗുളികയൊക്കെ കൂടുതൽ ഒരു ദിവസം നമ്മൾ കഴിക്കാൻ പാടില്ല. ഇൻ കേസ് ഓഫ് കിഡ്സ്, കുട്ടികളിലാണെങ്കിൽ അത് 60 milligram per kilogram per day. അതായത് ഒരു 10 കിലോ ഉള്ള കുട്ടിയാണെങ്കിൽ മാക്സിമം 600 milligram 250/5 പാരസെറ്റമോൾ സിറപ്പ് ഒരു ദിവസം മാക്സിമം നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് 12 ml ആണ്. അതിൽ കൂടുതൽ കൊടുത്താൽ ടോക്സിസിറ്റി വരാനും അത് കാരണമുള്ള കോംപ്ലിക്കേഷൻസ് വരാനും സാധ്യതയുണ്ട്. ഇനി ഓവർഡോസായി പോയാലുള്ള കോംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ്? പാരസെറ്റമോൾ മെയിൻലി ലിവറിലാണ് മെറ്റാബോളിസം നടക്കുന്നത്. അതുകൊണ്ട് ലിവർ ഇഞ്ചുറിയും ലിവർ ഫെയിലിയറും ഈവൻ ഡെത്ത് വരെ വരാനും സാധ്യതയുണ്ട്. അതുപോലെ റെയർലി എൻഡ് സ്റ്റേജിൽ കിഡ്നി ഡാമേജ് വരാനും സാധ്യതയുണ്ട്. ഈ പാരസെറ്റമോൾ കാരണമുള്ള കോംപ്ലിക്കേഷൻസ് മനസ്സിലാണെന്നുണ്ടെങ്കിൽ ആദ്യം പാരസെറ്റമോൾ നമ്മുടെ ബോഡിയിൽ കൂടി കടന്നു പോകുന്ന വഴിയൊക്കെ നമുക്ക് പ്രോപ്പറായിട്ട് മനസ്സിലാവേണ്ടതുണ്ട്. നമ്മൾ കഴിക്കുന്ന പാരസെറ്റമോൾ ആദ്യമായിട്ട് ചെന്നെത്തുന്നത് നമ്മുടെ സ്റ്റൊമക്കിലാണ്. സ്റ്റൊമക്കിൽ നിന്നും അബ്സോർപ്ഷൻ നടക്കുന്നില്ല, അവിടെ നിന്ന് സ്മോൾ ഇൻറ്റെസ്റ്റിനിലെത്തും. ഇവിടെ നിന്നാണ് പാരസെറ്റമോളിൻ്റെ അബ്സോർപ്ഷൻ നടക്കുന്നത്. അവിടെ നിന്ന് ബ്ലഡ് വെസൽസ് ത്രൂ പോർട്ടൽ വെയിൻ വഴി ഈ പാരസെറ്റമോൾ നമ്മുടെ ലിവറിലെത്തും. ലിവറിൽ വെച്ചിട്ടാണ് പാരസെറ്റമോളിൻ്റെ മെറ്റാബോളിസം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പാരസെറ്റമോൾ കാരണമുള്ള എല്ലാ കോംപ്ലിക്കേഷൻസും കൂടുതലും ബാധിക്കുന്ന ലിവറിനെയാണ്. പാരസെറ്റമോൾ ആസ് സച്ച് കിഡ്നി കൂടി എക്സ്ക്രീഷൻ, അതായത് നമ്മുടെ ശരീരത്തിൽ നിന്നും പുറത്ത് കളയാൻ പറ്റാത്തത് കൊണ്ട് ലിവറിൽ വെച്ചിട്ട് മെറ്റാബോളിസം നടക്കുന്നു. അപ്പോൾ അങ്ങനെ വാട്ടർ സോലുബിൾ ആയിട്ടുള്ള കണ്ടൻറ്റായിട്ട് മാറുകയും അത് കിഡ്നി കൂടി യൂറിനിൽ കൂടി നമ്മുടെ ശരീരത്തിൽ നിന്ന് പുറത്ത് പോവുകയും ചെയ്യും. ഇതാണ് പാരസെറ്റമോളിൻ്റെ നോർമൽ പാത്വേ. പക്ഷെ വളരെ കുറച്ച് ഒരു ഭാഗം ഒരു ടോക്സിക് മെറ്റാബോളൈറ്റ് NAPQI എന്ന് പറയുന്ന ഒരു സബ്സ്റ്റൻസ് ആയിട്ട് മാറും. ഈ സബ്സ്റ്റൻസ് കാരണമാണ് നമ്മുടെ ലിവറിന് ഇഞ്ചുറി സംഭവിക്കുന്നത്. ഈ നോർമൽ സർക്കംസ്റ്റാൻസസിൽ, അതായത് നോർമൽ ഡോസിൽ നമ്മൾ കഴിക്കുമ്പോൾ ലിവറിൽ ഇത് കാരണമുള്ള ഈ NAPQI കാരണമുള്ള ഇഞ്ചുറി പ്രിവെൻറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഡാമേജ് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി ലിവറിൽ സ്റ്റോർഡ് ആയിട്ടുള്ള ഗ്ലൂട്ടാതയോൺ എന്ന് പറയുന്ന ഒരു സബ്സ്റ്റൻസ് ഉണ്ട്. പക്ഷെ നമ്മൾ ഓവർ ഡോസിൽ കഴിക്കുമ്പോൾ ലിവറിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള ഈ ഗ്ലൂട്ടാതയോൺ ഡിപ്ലീറ്റഡ് ആവും. അതായത് ഈ NAPQIനെ ഫുൾ ആയിട്ട് ടോക്സിക് അല്ലാത്ത മെറ്റീരിയലായിട്ട് കൺവേർട്ട് ചെയ്യാതൊക്കെ ഗ്ലൂട്ടാതയോൺ നമ്മുടെ ലിവറിൽ ഉണ്ടാവില്ല. അങ്ങനെ വരുമ്പോഴാണ് ഈ NAPQI ലിവർ സെൽസിൽ പോയിട്ട് അറ്റാച്ച് ചെയ്യുകയും അതിനെ ഇഞ്ചുറി വരികയും ഈവൻ ലിവർ ഫെയിലിയർ വരെ വരാനും സാധ്യതയുണ്ട്. ലിവർ ഫെയിലിയർ വന്നിട്ട് ഒരു ലെവൽ കഴിഞ്ഞുകയാണെങ്കിൽ പേഷ്യൻറ്റിന് മരണം വരെ സംഭവിക്കാനും. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഡോസേജ്, അതായത് അഡൾട്ട്സിൽ മാക്സിമം 4 gram per ഡേയും കുട്ടികളിലാണെങ്കിൽ 60 milligram per kilogram per ഡേയും. ഇത്രയും പാരസെറ്റമോൾ വരെ നമ്മളെ ലിവറിന് ഡൈജസ്റ്റ് ചെയ്യാനുള്ള അല്ലെങ്കിൽ ഗ്ലൂട്ടാതയോൺ ഡീടോക്സിഫൈ ചെയ്യാൻ പറ്റും. ഇതിൽ കൂടുതലാവുകയാണെങ്കിലാണ് നമുക്ക് ലിവറിന് ഇഞ്ചുറി വരുന്നത്. ഇനിയിപ്പോൾ സപ്പോസ് നമ്മൾ ഓവർ ഡോസായിട്ട് പാരസെറ്റമോൾ എടുത്തു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് നമുക്ക് വരാൻ പോകുന്ന പ്രശ്നങ്ങൾ, അതിൻ്റെ സിംറ്റംസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇനി പാരസെറ്റമോൾ ഓവർ ഡോസ് ആയാൽ ഏർലി സ്റ്റേജിലുള്ള സിംറ്റംസ് ഒക്കെ നോൺ സ്പെസിഫിക് ആയിരിക്കും. അതായത് 0 to 24 hour സ്റ്റേജിന് നമ്മൾ ഇനീഷ്യൽ സ്റ്റേജ് എന്ന് പറയും. ഈ അവസരത്തിൽ പേഷ്യൻ്റ് ഒരു നോസിയ, വൊമിറ്റിംഗ്, അതായത് ഛർദ്ദിക്കുന്നു, ഈ രീതിയിലുള്ള പ്രസൻറ്റേഷൻ. പിന്നെ ഫറ്റീഗ്, ക്ഷീണം കാണാം. പിന്നെ ഒരു മൈൽഡ് അബ്ഡോമിനൽ പെയിൻ, വയറുവേദനയും, പിന്നെ ഒരു ലോസ് ഓഫ് അപ്പറ്റൈറ്റ്, വിശപ്പില്ലായ്മ, ഇത്തരം സിംറ്റംസ് ആയിട്ടായിരിക്കും വരുന്നത്. പിന്നെ ഒരു ഇൻ്റർമീഡിയറ്റ് സ്റ്റേജിൽ, അതായത് 24 hour to 72 hours. ഈ അവസരത്തിൽ പേഷ്യൻ്റ് നല്ല ഛർദിൽ വരാൻ സാധ്യതയുണ്ട്, വോമിറ്റിംഗ് വരാൻ സാധ്യതയുണ്ട്, നല്ല ക്ഷീണം വരും. പിന്നെ ഒരു റൈറ്റ് അപ്പർ ക്വാഡ്രൻറ്റ്, വയറിൻ്റെ വലത് ഭാഗത്ത് റൈറ്റ് സൈഡിലായിട്ട് വേദന വരാൻ സാധ്യതയുണ്ട്. അതുപോലെ ഈ സമയത്ത് ചെറുതായിട്ട് ചിലപ്പോൾ ജോണ്ടിസ്, അതായത് മഞ്ഞപ്പിത്തം, കണ്ണിൻ്റെ കളറൊക്കെ മഞ്ഞാവുക, യൂറിൻ്റെ കളർ മഞ്ഞാവുക, ഇങ്ങനത്തെ കുറച്ച് സിംറ്റംസ് ഒക്കെ ആയിട്ടും പ്രസൻറ്റ് ചെയ്യാം. പിന്നെ ആ സമയത്ത് നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ എലവേറ്റഡ് ലിവർ എൻസൈംസ്, ഈ SGOT, SGPT, ALP അതുപോലെ ലിവർ എൻസൈംസ് എലവേറ്റഡ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇനി അടുത്ത സ്റ്റേജാണ് സിവിയർ സ്റ്റേജ്, അതായത് 72 hours to 96 hours. അതായത് ഈ പാരസെറ്റമോൾ പോയ്സണിങ് കഴിഞ്ഞിട്ട് 72 മണിക്കൂർ മുതൽ
96 മണിക്കൂറിൻ്റെ ഇടയിലുള്ള സമയത്ത് ഇതാണ് ക്രിട്ടിക്കൽ സ്റ്റേജ് അല്ലെങ്കിൽ സിവിയർ സിംറ്റംസ് കാണുന്നത്. പേഷ്യൻ്റ് പ്രസൻറ്റ് ചെയ്യുന്ന സിവിയർ അബ്ഡോമിനൽ പെയിൻ, നല്ല വയറുവേദന ഉണ്ടാവും, റൈറ്റ് അപ്പർ ക്വാഡ്രന്റ് പെയിൻ, സിവിയർ വോമിറ്റിംഗ് ഉണ്ടാവും. പേഷ്യൻ്റ് സിവിയർ ജോണ്ടിസ് ആയിട്ട് പ്രസൻറ്റ് ചെയ്യും, നല്ല യെല്ലോയിഷ് ഡിസ്കളറേഷൻ ഓഫ് സ്കിന്നും ഉണ്ടാവും, ക്ലിയർ കണ്ണിൻ്റെ കളർ മാറും, യൂറിൻ സിവിയർ യെല്ലോയിഷ് ഡിസ്കളറേഷൻ കാണും. അതുപോലെ പേഷ്യൻ്റ് മേ ബി കൺഫ്യൂസ്ഡ്, ഒരു പരസ്പര ബന്ധമില്ലാതെ സംസാരിക്കുക, ബോധമില്ലാതാവുക, അത്തരം രീതിയിലും പ്രസൻറ്റ് ചെയ്യാൻ സാധ്യത. ഈ സ്റ്റേജിനാണ് നമ്മൾ അക്യൂട്ട് ലിവർ ഫെയിലുവർ എന്ന് പറയുന്നത്. അടുത്ത സ്റ്റേജ് ക്രിട്ടിക്കൽ സ്റ്റേജ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ സ്റ്റേജിലും, ഈ ലാസ്റ്റ് സിവിയർ സ്റ്റേജിലും നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇത് കാരണം മൾട്ടി ഓർഗൻ ഡിസ്ഫങ്ഷൻ, ലിവറും അതുവഴി കിഡ്നിയും ബാക്കി ഓർഗാൻസും ഡാമേജ് ആവാനും ഈവൻ ഡെത്ത് വരെ സംഭവിക്കാനും സാധ്യതയുണ്ട്. ഇനി ഇത്രയും പ്രസൻറ്റേഷനായിട്ട് വന്നു. ഇനി ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ്. ഇനീഷ്യലി നമുക്ക് ചെയ്യാനുള്ളത് ആക്ടിവേറ്റഡ് ചാർക്കോൾ ഉപയോഗിച്ചിട്ട് അബ്സോർബ് ആവാത്ത പാരസിറ്റമോളിനെ നമ്മൾ എന്ത് ചെയ്യുക, ശരീരത്തിൽ നിന്ന് കളയുക. അതിപ്പോൾ ഒരു 1 ഹവറിനുള്ളിൽ പ്രസൻറ്റ് ചെയ്യുകയാണെങ്കിൽ മേ ബി മാക്സിമം 4 അവർ വരെ അതിനുള്ളിലാണ് പ്രസൻറ്റേഷൻ പേഷ്യൻ്റ് ഹോസ്പിറ്റലിലേക്ക് വരുന്നതെങ്കിൽ ഈ ആക്ടിവേറ്റഡ് ചാർക്കോൾ നമ്മൾ വായിക്കൂടി കൊടുക്കാം, അല്ലെങ്കിൽ മൂക്ക് കൂടി ട്യൂബ് ഇട്ടിട്ട് അത് വഴിയും കൊടുക്കുക. ഇത് കാരണം പാരസിറ്റമോൾ എന്ന് വെച്ചാൽ അബ്സോർബ് ആവാത്ത, ശരീരത്തിലേക്ക് അബ്സോർബ് ആവാതെ അവിടെ കിടക്കുന്ന പാരസിറ്റമോളിനെ മാക്സിമം പുറത്തേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. ഈ രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് N-അസറ്റൈൽസിസ്റ്റൈൻ. ഇതാണ് ഇതിൻ്റെ ഈ പാരസെറ്റമോൾ ടോക്സിസിറ്റിയുടെ ആൻറ്റിഡോട്ട്. N-അസറ്റൈൽസിസ്റ്റൈൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഗ്ലൂട്ടാത്തയോണിനെ, ഈ NAPQI-നെ മെറ്റാബോളൈസ് ചെയ്യാൻ വേണ്ട അല്ലെങ്കിൽ ഡീടോക്സിഫൈ ചെയ്യാൻ വേണ്ട ഗ്ലൂട്ടാത്തയോണിനെ ശരീരത്തിലേക്ക് കൊടുക്കുക. അതുവഴി NAPQI ബോഡിയിൽ കുറയുകയും ഇല്ലെങ്കിൽ ഉണ്ടാവുകയും അതുവഴി വരുന്ന ലിവർ ഇഞ്ചുറി നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാനും പറ്റും. അതുകൊണ്ട് ഇനി മുതൽ നമ്മൾ ഒരുപാട് നീണ്ടു നിൽക്കുന്ന പനിയൊക്കെ ആണെങ്കിൽ ചുമ്മാ പാരസിറ്റമോൾ ഇങ്ങനെ വലിച്ചു വാരി കഴിക്കാതെ പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കണം. അറ്റ്ലീസ്റ്റ് പ്രോപ്പർ ഡോസേജ് എങ്കിലും നമ്മൾ അറിഞ്ഞിരിക്കണം. നേരത്തെ പറഞ്ഞ പോലെ അഡൽട്ട്സിൽ 4 gram per ഡേയും കുട്ടികളിലാണെങ്കിൽ 60 mg/kg per ഡേയും